ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഉമ്മച്ചി കുട്ടീസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1/2 കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ചെറിയൊരു കട്ടിക്ക് ചെറിയൊരു കനത്തിൽ നമുക്ക് നല്ലപോലെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് പൊരിക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ട്രിപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള വെണ്ടയ്ക്കായും നല്ല പോലെ പൊരിച്ചെടുക്കാം. പിന്നെ ഇവിടെ എല്ലാ വെണ്ടയ്ക്കായും നല്ലപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ആ ഫ്രൈ പാനിൽ തന്നെ നേരത്തെ വെണ്ടയ്ക്ക ഒഴിച്ച ആ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 20 മുതൽ 25 വരെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നല്ലപോലെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, ഇത് രണ്ടും ഇട്ടതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. ഇനി വേണ്ട നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ്. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കിനി ആവശ്യത്തിനുള്ള വിനാഗിരി, ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊരിച്ചതിന് ശേഷം അച്ചാർ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വെണ്ടയ്ക്ക അച്ചാറിന്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ, അസ്സലാമു അലൈക്കും.